സമസ്ത ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകളുടെ പ്രതിനിധികളെ പൗരത്വ സംരക്ഷണ റാലിയിലേക്ക് ക്ഷണിക്കുമെന്ന് CPM. നയം വ്യക്തമാക്കിയാൽ മുസ്ലിം ലീഗിനെയും ക്ഷണിക്കും. പാർലമെന്റ് പാസാക്കിയ നിയമം പിണറായി വിജയന് നടപ്പാക്കാനാകില്ല എന്നതാണ് VD സതീശന്റെ നിലപാട്. ഇതിൽ നിന്നും ലീഗിന് വ്യത്യസ്തമായ നയമുണ്ടോ എന്നും ഭരണഘടനാ സംരക്ഷണ സമിതി കൺവീനറും CPM നേതാവുമായ KT കുഞ്ഞിക്കണ്ണൻ ചോദിച്ചു. കേരള വിഷൻ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാർച്ച് 22-ന് കോഴിക്കോട് പൗരത്വ സംരക്ഷണ റാലി സംഘടിപ്പിക്കുകയാണ്. CPM അനുകൂലമായിട്ടുള്ള ഭരണഘടനാ സംരക്ഷണ സമിതിയാണ് ഇത് സംഘടിപ്പിക്കുന്നത്. അതിൽ ആരെയൊക്കെയാണ് ക്ഷണിക്കുക എന്ന് കൃത്യമായി അറിയേണ്ടതുണ്ട്, പ്രത്യേകിച്ച് സാമുദായിക സംഘടനകൾ ഉൾപ്പെടെ. എന്തായാലും ഇതിൻ്റെ സംരക്ഷണ സമിതിയുടെ ചുമതല വഹിക്കുന്ന KT കുഞ്ഞിക്കണ്ണൻ ചേരുന്നു. ഈ ഒരു റാലിയിലേക്ക് ആരെയൊക്കെയാണ് ക്ഷണിക്കുക? പ്രത്യേകിച്ച് ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് സമസ്ത അടക്കമുള്ള സംഘടനകൾ ഉണ്ടാകും. തീർച്ചയായിട്ടും സമസ്തയുണ്ടാവും, അതേപോലെ തന്നെ AP വിഭാഗത്തിൻ്റെ പ്രതിനിധികളുണ്ടാവും, മുജാഹിദ് വിഭാഗങ്ങളുടെ പ്രതിനിധികളുണ്ടാവും, എല്ലാ സാമൂഹിക സംഘടനകളുടെയും പ്രതിനിധികളുണ്ടാവും, ക്രിസ്ത്യൻ മൈനോറിറ്റിയെ പ്രതിനിധീകരിക്കുന്ന ആൾക്കാരുണ്ടാവും, സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖരായി അറിയപ്പെടുന്ന എഴുത്തുകാർ, അതുപോലെ തന്നെ കലാകാരന്മാർ, രാഷ്ട്രീയ നേതാക്കൾ എല്ലാം ഉണ്ടാവും. ഇതൊരു ഒരു പ്രതിരോധത്തിൻ്റെ ഒരു ബഹുസ്വരതയും കൂടി ഈ സദസ്സിൽ ഈ റാലിക്കുണ്ടാവും എന്നാണ് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് സാമുദായിക സംഘടനകളോട് സംസാരിച്ചോ, അവരെ ക്ഷണിച്ചോ? അവരുടെ പ്രതികരണം എന്തായിരുന്നു? അവരും കൂടി ഉൾപ്പെട്ടതാണ് ഈ ഭരണഘടനാ സംരക്ഷണ സമിതി. ഇപ്പോൾ എല്ലാ സംഘടനകളുണ്ട്. ഞങ്ങൾ ഇന്നലെ യാഷിൽ യോഗം ചേർന്നിരുന്നു. എല്ലാ സംഘടനകളുടെയും പ്രതിനിധികളുണ്ടായിരുന്നു. എല്ലാ ആളുകളും പരമാവധി അവർക്ക് സാധ്യമായ ഒരു പരിമിതി അവർ നേരിടുന്ന മുസ്ലിം മൈനോറിറ്റി ഈ സംഘടനകൾ നേരിടുന്ന ഒരു പ്രശ്നം നോമ്പുകാല എന്നുള്ളതാണ്. കാരണം നോമ്പ് തുറക്ക് ശേഷം പള്ളിയിലൊക്കെ പോകേണ്ട വിശ്വാസികളുടെ പ്രശ്നമുണ്ട്. എങ്കിലും അവർ പരമാവധി അതിൽ ആളുകളെ പങ്കെടുപ്പിക്കും. അവരുടെ നേതൃത്വത്തിലുള്ള അവരുടെ സംഘടനയെ പ്രധാനമായിട്ടും പ്രതിനിധീകരിക്കുന്ന വളരെ ആധികാരികമായ ഒരു പ്രതിനിധാനം അവരുടെ ഭാഗത്തുനിന്ന് ഈ റാലിയിൽ ഉണ്ടാകും. നേരത്തെ ഈ മുസ്ലിം ലീഗിനെയൊക്കെ തുടക്കത്തിൽ ക്ഷണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് പൗരത്വ ഭേദഗതി ബില്ലായിരുന്ന സമയത്ത്. ഇത് നിയമമാകുമ്പോൾ അത് ക്ഷണിക്കുമോ? പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് മുന്നിൽ വരുന്ന ഒരു സാഹചര്യവുമാണ്. അത് മുസ്ലിം ലീഗ് ഒരു നയം വ്യക്തമാക്കേണ്ടതുണ്ട്. ഈ ഏകീകൃത സിവിൽ കോഡിൻ്റെയൊക്കെ കാര്യത്തിൽ അവരൊരു നയം പറഞ്ഞിരുന്നു. ഈ കാര്യത്തിൽ VD സതീശൻ്റെ നിലപാടിനോട് അവർക്ക് യോജിപ്പുണ്ടോ? ഇത് പാർലമെൻറ്റ് പാസ്സാക്കിയതുകൊണ്ട് ഇനി നടപ്പാക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിണറായി വിജയൻ സുപ്രീം കോടതിയിലും പോകേണ്ട, റാലിയും നടത്തേണ്ടതെന്നാണ് VD സതീശൻ്റെ നിലപാട്. ആ നിലപാട് ലീഗിനുണ്ടോ എന്ന് ലീഗിൻ്റെ സമുന്നതരായ നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞാൽ, അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഞങ്ങളുടെ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യും. ഇതൊരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരേപോലെ ചിന്തിക്കുന്നവരുടെ, ഒരേപോലെ നിലപാടുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഈ റാലി എന്ന് പറയുന്നത്. എന്തായാലും ഈ പൗരത്വ സംരക്ഷണ റാലിയിൽ സമസ്തയെ ക്ഷണിക്കും. ഒപ്പം തന്നെ മുസ്ലിം ലീഗ് അവരുടെ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയാൽ മുസ്ലിം ലീഗിനെയും ക്ഷണിക്കും എന്നാണ് KT കുഞ്ഞിക്കണ്ണൻ വ്യക്തമാക്കുന്നത്. ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.